ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും NSSനോട് അടുക്കാൻ SNDP. നായാടി മുതൽ നസ്രാണി വരെ ഒരുമിക്കേണ്ട സാഹചര്യമാണിതെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. NSSുമായി കലഹമില്ലെന്നും സമരസപ്പെടുമെന്നുമാണ് വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. ഒന്നിക്കണമെങ്കിൽ ഒന്നിക്കാൻ തയ്യാറാണെന്നായിരുന്നു NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ പ്രതികരണം. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരായ രൂക്ഷ വിമർശനം വെള്ളാപ്പള്ളി നടേശൻ തുടർന്നു. സംസാരിക്കുക, വേറൊരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക, പിറ്റേ ആഴ്ച അയാൾക്ക് പോയി പൊന്നാടയിടുക, അങ്ങനെ ചെയ്യരുത്. നമ്മൾ കാറി കയറ്റിയാലൊന്നും കുഴപ്പമില്ല, പക്ഷെ കാറി കയറ്റുന്നവരെ നമ്മൾ സൂക്ഷിച്ചു വേണം. കാന്തപുരം വിഭാഗത്തിന്റെ സമ്മേളനത്തിൽ VD സതീശൻ നടത്തിയ ഈ പ്രസംഗമാണ് വെള്ളാപ്പള്ളി നടേശനെ വിശാല സാമുദായിക ഐക്യത്തിന് പ്രേരിപ്പിക്കുന്നത്. ഈ സതീശൻ കാണുന്നെങ്കിൽ അയാളൊക്കെ ഊളംപാറയ്ക്ക് അയക്കണ്ടേ? കാരണം ഏറ്റവും വർഗീയവാദികളായ ആളുകൾക്ക് കൊട പിടിച്ചു കൊടുത്തുകൊണ്ട് ആ കൊടയുടെ തണലിൽ അവരെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് അവരെ മതേതരത്വം പറയും, അവർക്കെല്ലാം കൊട പിടിച്ച് ഇനി അവരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ നേടാനും ആശീർവാദങ്ങൾ നേടാനും വേണ്ടിയിട്ട് ആണ് ഈ കൊടപിടുത്തം. കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും, രാജാവിനേക്കാൾ വലിയ രാജഭക്തിയല്ലേ അവരോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മോഹങ്ങളും നാളെ പല സ്ഥാനങ്ങളിലും അവർ വഴി ഓപ്പറേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവ് നയമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കയ്യടി കിട്ടിയ സതീശന്റെ പ്രസംഗത്തിന് കണക്ക് തീർക്കുക എന്ന ലക്ഷ്യത്തിലാണ് വെള്ളാപ്പള്ളി. UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിം ലീഗിനായിരിക്കും പ്രാമുഖ്യമെന്ന വെള്ളാപ്പള്ളിയുടെ പ്രതികരണത്തിൽ പ്രതിധ്വനിക്കുന്നത് സംഘപരിവാറിന്റെ ഭാഷയാണ്. നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവരുടെ ഐക്യം നായാടി മുതൽ നസ്രാണി വരെ എന്ന് വികസിപ്പിക്കുന്ന വെള്ളാപ്പള്ളി വർഗീയ ചുവ വിടുന്നില്ല. നായാടി തൊട്ട് നസ്രാണി വരെ ആയി. നസ്രാണികൾ ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ വിഷമത്തിലാണ്. അവർ പലരും പരസ്യമായി പറയുന്നില്ലെന്നേ ഉള്ളൂ. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇന്ന് അനുഭവിക്കുന്നുണ്ട്. അവരിന്ന് ഭയന്ന് ജീവിക്കുകയാണ്. പെരുന്നേരി ചെല്ലുന്നതിന് എനിക്ക് അത്ര ആയിത്തൊന്നും എനിക്കില്ല, ചെല്ലണം കാണണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു NSSുമായിട്ട് എന്തിനാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത്? അവരുമായിട്ട് പിണങ്ങിട്ട് എന്ത് കാര്യം? പിണങ്ങിട്ട് എന്ത് കിട്ടി? അവരുമായിട്ട് യുദ്ധം ചെയ്യിപ്പിച്ചത് ആര്? ഈ കുരങ്ങനെ കൊണ്ട് ചൂടിയോറ് മാന്തിക്കുകയല്ല ചെയ്തത്. സംവരണ കാര്യമല്ല അവരുമായിട്ടുള്ള തർക്കം എല്ലാം പറയുന്ന നേതാവേ. ഈ സംവരണത്തിൽ എന്ത് നേടി? കാറിൽ കയറ്റിയ വിഷയത്തെ ആളിക്കത്തിക്കാനും വെള്ളാപ്പള്ളി നടേശന് ശ്രമിക്കുന്നുണ്ട്. അതിനാണ് NSSന്റെ പിന്തുണ ലഭിച്ചതും. അല്ല, ഞങ്ങൾക്ക് വെള്ളാപ്പള്ളിയുമായിട്ട് SNDPയുമായിട്ട് ഇപ്പൊ അഭിപ്രായ ഭിന്നതയൊന്നുമില്ല. അദ്ദേഹം നമ്മളോടൊന്നും സംസാരിച്ചിട്ടില്ല. അത് വേണ്ടതാണെങ്കിൽ ആ കാര്യത്തിൽ ഞങ്ങൾ ആലോചിക്കും, ഒരു സംശയവുമില്ല. അതിനകത്ത് യാതൊരു പരിധിയില്ല. അതിനൊന്നും സംസാരിച്ചിട്ടില്ല കേട്ടോ, അദ്ദേഹം സംസാരിച്ചിട്ടില്ല നമ്മളോട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടാകാതിരിക്കുവാനുള്ള തന്ത്രപരമായ നീക്കം കൂടിയാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഇന്നത്തെ പരാമർശങ്ങൾ. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.